Hello, welcome to Learnino. അപ്പോൾ നമ്മൾ ഇന്ന് മൊഡ്യൂൾ 2ന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷന്റെ തേർഡ് പാർട്ടാണ് നോക്കാനായിട്ട് പോകുന്നത്. ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ, വർക്ക് ഡൺ ഇൻ മൂവിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിന്റ് ഈസ് കോൾഡ്. ഇതൊക്കെ നമ്മൾ ഫിസിക്സിലെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? പൊട്ടൻഷ്യൽ ഡിഫറൻസ്, പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ്, നൺ ഓഫ് ദീസ്. അപ്പോൾ വർക്ക് ഡൺ ഇൻ മൂവിങ് a unit positive charge from infinity to a point is called potential. Option B ആണ് correct ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് എന്ന് പറയുന്നത് which is defined as work done in bringing a unit positive charge from infinity to that point. ഒരു പെർട്ടിക്കുലർ പോയിന്റിലുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻഫിനിറ്റിയിൽ നിന്നും ഒരു പോസിറ്റീവ് ചാർജിനെ ആ പെർട്ടിക്കുലർ പോയിന്റിലേക്ക് എത്തിക്കാൻ വേണ്ടി എത്രത്തോളം വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. വിത്തൗട്ട് എനി ആക്സലറേഷൻ ഇല്ലാതെ. ഓക്കെ, അതുകൊണ്ട് വർക്ക് ഡൺ ഇൻ മൂവിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിന്റ് എന്ന് പറയുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് ദാറ്റ് പോയിന്റ് എന്നാണ് പറയാം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് വർക്ക് ഡൺ ഇൻ മൂവിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്. ഏതെങ്കിലും രണ്ട് പോയിന്റ് ഉണ്ടെങ്കിൽ രണ്ട് പോയിന്റുകൾക്കിടയിൽ അത് മൂവ് ചെയ്യുന്നതിന്, ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് മൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എത്രത്തോളം വർക്ക് ചെയ്തു എന്നുള്ളതാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസിനനുസരിച്ചുള്ള റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ ആണ് പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പൊട്ടൻഷ്യൽ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ടേം അനലോഗസ് ടു ഇലക്ട്രിക് കറണ്ട് ഇൻ മാഗ്നറ്റിക് സർക്യൂട്ട്. ഒരു മാഗ്നറ്റിക് സർക്യൂട്ടിൽ ഇലക്ട്രിക് കറണ്ടിന് ഇക്വലന്റ് ആയിട്ടുള്ള ടേം ഏതാണെന്ന ചോദ്യം. MMF, റിലക്റ്റൻസ്, ഫ്ലക്സ്, നൺ ഓഫ് ദീസ്. ഫ്ലക്സ് ആണ് നമ്മളുടെ ഇലക്ട്രിക് സർക്യൂട്ടിൽ ഇലക്ട്രിക് കറണ്ട് എന്ന പോലെ മാഗ്നറ്റിക് സർക്യൂട്ടിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് വരിക. In the magnetic circuit, the quantities analogous to those in the electric current എന്ന് പറയുന്നത് ഇലക്ട്രിക് സർക്യൂട്ടിൽ കറണ്ട് എന്ന് പറയുന്നത് ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ് ആണ്. അതേപോലെ മാഗ്നറ്റിക് സർക്യൂട്ടിൽ ഫ്ലക്സ് എന്ന് പറയുന്നത് ഫ്ലോ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആണ്. അപ്പോൾ ഇതിൽ ഇങ്ങനെ കുറച്ചെണ്ണം പറയുന്നുണ്ട്. ഇലക്ട്രിക് സർക്യൂട്ടിൽ EMF എന്ന് പറയുമ്പോൾ മാഗ്നറ്റിക് സർക്യൂട്ടിൽ അത് MMF ആണ്. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ആണ് EMF. MMF എന്ന് പറയുന്നത് മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ് ആണ്. അതുപോലെ ഇലക്ട്രിക് സർക്യൂട്ടിൽ റെസിസ്റ്റൻസിനോട് ഇക്വലന്റ് ആയിട്ട് മാഗ്നറ്റിക് സർക്യൂട്ടിൽ ഉപയോഗിക്കുന്നതാണ് റിലക്റ്റൻസ് എന്ന് പറയുന്നത്. അതുപോലെ ഇലക്ട്രിക് സർക്യൂട്ടിൽ കറണ്ടിന്റെ അതേ രൂപമാണ് മാഗ്നറ്റിക് സർക്യൂട്ടിൽ ഫ്ലക്സിന്റെ ജോലി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ അനലോഗസ് ആയിട്ടുള്ള കാര്യങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഇൻ എ കോയിൽ റൊട്ടേറ്റിംഗ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻ ബി ഡിറ്റർമിൻഡ് ബൈ. ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഇൻ എ കോയിൽ, ഒരു കോയിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിലെ ഇൻഡ്യൂസ്ഡ് കറണ്ടിന്റെ ഡയറക്ഷൻ നമുക്ക് എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാന്നാ ചോദിക്കണം. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ, ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ, ഓൾ ഓഫ് ദീസ്. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്തിട്ടാണ് നമുക്കത് ആ ഇൻഡ്യൂസ്ഡ് കറണ്ട് നമുക്ക് അതിന്റെ ഡയറക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുക. ടു ഡിറ്റർമൈൻ ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ന് ഇൻ എ ജനറേറ്റർ, അതായത് ഓർ റൊട്ടേറ്റിംഗ് കോയിൽ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കോയിലിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നത് ഫോർ ജനറേറ്ററിന് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ആണ് യൂസ് ചെയ്യുക. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ തമ്പ് കാണിക്കുന്നത് ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ കണ്ടക്ടർ. മാഗ്നറ്റിക് ഫീൽഡിന് റിലേറ്റീവ് ആയിട്ട് കണ്ടക്ടറിന്റെ മോഷൻ ഏത് ഡയറക്ഷനിലാണെന്നാണ് തമ്പ് കാണിക്കുന്നത്. ഫോർ ഫിംഗർ എന്ന് പറയുന്നത് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡാണ്. അതായത് നോർത്ത് ടു സൗത്തിലേക്ക് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡാണ് ഫോർ ഫിംഗർ കാണിക്കുക. മിഡിൽ ഫിംഗർ കാണിക്കുന്നത് ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട്. കണ്ടക്ടറിലുള്ള ഇൻഡ്യൂസ്ഡ് കറണ്ടിന്റെ ഡയറക്ഷൻ ആണ് മിഡിൽ ഫിംഗർ കാണിക്കുന്നത്. ഇനി റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ് ഫോർ ഫൈൻഡിങ് ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് എ കറന്റ് കാരിങ് കണ്ടക്ടർ, നോട്ട് ഫോർ ഇൻഡ്യൂസ്ഡ് കറണ്ട്. ഇൻഡ്യൂസ്ഡ് കറണ്ടിനുള്ളതല്ല റൈറ്റ് ഹാൻഡ് തമ്പ് റൂള്. റൈറ്റ് ഹാൻഡ് തമ്പ് റൂള് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് എ കറന്റ് കാരിങ് കണ്ടക്ടർ. ഒരു കറന്റ് കാരിങ് കണ്ടക്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കറന്റ് കാരിങ് കറണ്ടിന്റെ അറൌണ്ട് ഉള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനാണ് ഏത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂള്. ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട് ആണ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ആണ്. ഓക്കെ, അപ്പൊ രണ്ടും റൈറ്റ് ഹാൻഡ് ആണ്, അതൊന്ന് ശ്രദ്ധിക്കണം. മറ്റേത് ഫ്ലെമിങ്സും റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ് വരാം. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് നമ്മൾ മോട്ടോഴ്സിലാണ് യൂസ് ചെയ്യുക. റൈറ്റ് ഹാൻഡ് ജനറേറ്റേഴ്സിലും ലെഫ്റ്റ് ഹാൻഡ് മോട്ടോഴ്സിലാണ് നമ്മൾ യൂസ് ചെയ്യുക, നോട്ട് ഫോർ ജനറേറ്റേഴ്സ്. അപ്പോൾ ഇറ്റ് ഷോസ് ദ ഡയറക്ഷൻ ഓഫ്
ഫോഴ്സ് ഓൺ ദ കറന്റ് ക്യാരിങ് കണ്ടക്ടർ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കറന്റ് ക്യാരിങ് കണ്ടക്ടർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് കണ്ടുപിടിക്കാനാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ നമുക്ക് റീകളക്ട് ചെയ്യാം. നമുക്കൊരു 3 റൂളിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള്, ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂള്, റൈറ്റ് ഹാൻഡ് തമ്പ് റൂള്. അതിൽ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണെന്നുണ്ടെങ്കിൽ അത് മോട്ടേഴ്സിന് വേണ്ടിയിട്ടും, ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ആണെന്നുണ്ടെങ്കിൽ അത് ജനറേറ്റേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിൽ റൈറ്റ് ആൻഡ് തമ്പ് റൂൾ ഉണ്ട്. തമ്പ് റൂൾ എന്ന് പറയുന്നത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് കറന്റ് ക്യാരിങ് കണ്ടക്ടറിലുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആണ് തമ്പ് റൂൾ യൂസ് ചെയ്യുക, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ഇനി ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ആണെന്നുണ്ടെങ്കിൽ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുന്നത്. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുന്നത് ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഓൺ എ കറന്റ് ക്യാരിങ് കണ്ടക്ടർ, ഇനി മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇഫ് 3 different capacitors are connected in series to a DC supply, ഒരു DC സപ്ലൈയിൽ 3 different capacitors സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. 3 different capacitors സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഒരു DC സപ്ലൈയിൽ കേട്ടോ. The greater voltage will appear across capacitor having. അപ്പോൾ ഇതിൽ ഈ വോൾട്ടേജ് നമുക്കറിയാം, സീരീസ് ആയിട്ട് വോൾട്ടേജ് കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലുള്ള ഓരോ ഡിവൈസിനും അല്ലെങ്കിൽ ഓരോ കോമ്പോണന്റിനും ഡിഫറെന്റ് വോൾട്ടേജ് ഡ്രോപ്പ് ആയിരിക്കും ഉണ്ടാവുക. കറണ്ട് സെയിം ആയിരിക്കും, വോൾട്ടേജ് ഡിഫറെന്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും കൂടുതൽ വോൾട്ടേജ് ഈ C1, C2, C3 എന്ന് നമ്മൾ കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഏതിനായിരിക്കും കൂടുതൽ ഉണ്ടാവുക, ഗ്രേറ്റർ വോൾട്ടേജോടെ ഡ്രോപ്പ് ഉണ്ടാവുക. ഹാവിംഗ് ഡാഷ് കപ്പാസിറ്റൻസ്, ലാർജസ്റ്റ് കപ്പാസിറ്റൻസിനാണോ സ്മോളസ്റ്റ് കപ്പാസിറ്റൻസിനാണോ നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലേ. ഈക്വൽ വോൾട്ടേജ് വിൽ അപ്പിയർ ആണോ, എന്താണ് വരിക. അപ്പോൾ 3 ഡിഫറെന്റ് കപ്പാസിറ്റേഴ്സ് സീരീസ് ആയിട്ടൊരു DC സപ്ലൈയിൽ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗ്രേറ്റർ വോൾട്ടേജ് എന്ന് പറയുന്നത് എവിടെ ഒക്കർ ചെയ്യാം, ഏറ്റവും സ്മോളസ്റ്റ് കപ്പാസിറ്ററിൽ. ഏറ്റവും കുറഞ്ഞ കപ്പാസിറ്റൻസിൽ ഗ്രേറ്റർ വോൾട്ടേജും ഏറ്റവും വലിയ കപ്പാസിറ്റൻസിന് സ്മോളസ്റ്റ് ഏറ്റവും ചെറിയ കപ്പാസിറ്റൻസിന് ഗ്രേറ്റർ വോൾട്ടേജും ഏറ്റവും വലിയ കപ്പാസിറ്റൻസിന് സ്മോളസ്റ്റ് വോൾട്ടേജാണ്, സ്മോളർ വോൾട്ടേജാണ് നമുക്ക് വരും. ഓക്കെ, അപ്പോൾ വെൻ കപ്പാസിറ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്, കപ്പാസിറ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ആ കപ്പാസിറ്ററിൽ കൂടിയുള്ള ചാർജ് എന്ന് പറയുന്നത് സെയിം ആണ്. ചാർജ് എന്ന് പറഞ്ഞാൽ കറണ്ട് തന്നെയാണ്. അപ്പോൾ ഈ കറണ്ട് എന്ന് പറയുന്നത് സെയിം അല്ല, ചാർജ് എന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കും. പക്ഷെ വോൾട്ടേജ് അക്രോസ് ഈച്ച് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു കപ്പാസിറ്റൻസ് ആണ്. അതിന്റെ ഇക്വേഷനുകൾ Q ഈസ് ഈക്വൽ ടു CV1 പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ഇവിടെ Q എന്ന് പറയുന്നത് കോൺസ്റ്റന്റ്, അപ്പോൾ V ഈസ് ഈക്വൽ ടു Q ബൈ C. അപ്പോൾ Q എന്ന് പറയുന്നത് സെയിം ആണ് സീരീസിൽ. അപ്പോൾ സ്മോളർ ദ കപ്പാസിറ്റൻസ്, അപ്പോൾ ഇവിടെ കപ്പാസിറ്റൻസ് ചെറുതാവുമ്പോൾ വോൾട്ടേജ് എന്തായിരിക്കും, വലുതാവും, ഗ്രേറ്റർ ദ വോൾട്ടേജ്. അപ്പോൾ സ്മോളർ കപ്പാസിറ്റൻസ് ആണെന്നുണ്ടെങ്കിൽ ലാർജർ വോൾട്ടേജും, ലാർജർ കപ്പാസിറ്റൻസ് ആണെന്നുണ്ടെങ്കിൽ സ്മോളർ വോൾട്ടേജും ആണ് വരിക. അപ്പോൾ ഇവിടെ എന്താ വരിക, സ്മോളസ്റ്റ് കപ്പാസിറ്റൻസിനാണ് ഗ്രേറ്റർ വോൾട്ടേജ് ഉണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ, 3 equal capacitors are provided. ഒരേപോലത്തെ 3 കപ്പാസിറ്റൻസ്, ഒരേ വാല്യൂ ഉള്ള 3 കപ്പാസിറ്റൻസ് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. In which of the following combinations least equivalent capacitance value will be obtained? താഴെ തന്നിരിക്കുന്ന കോമ്പിനേഷനിൽ ഏറ്റവും കുറവ് ഇക്വാലന്റ് കപ്പാസിറ്റൻസ് നമുക്ക് കിട്ടുന്നത് താഴെ തന്നിരിക്കുന്ന ഏത് കോമ്പിനേഷനിലാണെന്നാണ് ചോദിക്കുന്നത്. വെൻ ഓൾ ഇൻ സീരീസ് ആകുമ്പോഴാണോ, എല്ലാ കപ്പാസിറ്ററും സീരീസ് ആയിരിക്കുമ്പോഴാണോ, എല്ലാ കപ്പാസിറ്റൻസും പാരലൽ ആയിട്ടായിരിക്കുമ്പോഴാണോ, 2 സീരീസും 1 പാരലൽ ആണെന്നുണ്ടെങ്കിലാണോ, 2 പാരലൽ തേർഡ് 1 സീരീസ് അങ്ങനെയാണെന്നുണ്ടെങ്കിലാണോ, ഏതാ വരിക. അപ്പം എല്ലാം സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് അല്ലേ, എല്ലാം സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കുറവ് കപ്പാസിറ്റൻസ് ആയിരിക്കും നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ എല്ലാം പാരലൽ കപ്പാസിറ്റൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാം കൂടെ ആഡ് ചെയ്യുക. അപ്പം മാക്സിമം കപ്പാസിറ്റൻസ് നമുക്ക് അവിടെ കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ നോക്കാം, യു ആർ ഗിവൺ, നമുക്ക് 3 ഈക്വൽ കപ്പാസിറ്റേഴ്സ് തന്നിട്ടുണ്ട്. അതിനർത്ഥം ഓരോന്നിനും C1 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ equivalent capacitance എന്ന് 1/c equivalent is equal to 1/c plus 1/c plus 1/c which is equal to 3/c ആണ്. അപ്പോൾ equivalent and reciprocal C/3 ആണ് നമുക്ക് കിട്ടുക. അതല്ലെങ്കിൽ നമുക്കത് C/n എന്നുള്ള ഫോമുല അല്ലേ, എല്ലാ കപ്പാസിറ്റൻസും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ C/n ആണ് അതിന് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ C/n എന്ന് പറയുന്നത് 3 ഉള്ളതുകൊണ്ട് C/3 അങ്ങനെ നമുക്ക് നേരിട്ട് അത് കണ്ടുപിടിക്കാം. എല്ലാം പാരലൽ ആണെന്നുണ്ടെങ്കിൽ 3 കൂടെ കൂട്ടുക, അപ്പോൾ 3c ആയിരിക്കും വരാം അല്ലേ. അപ്പോൾ ഇതാണ് ലീസ്റ്റ്, ഇതാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ പാരലൽ ആകുന്ന സമയത്ത് ഹയർ കപ്പാസിറ്റൻസും കിട്ടും, ഏറ്റവും കുറഞ്ഞ കപ്പാസിറ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 2 സീരീസും 3 പാരലൽ ആണെങ്കിലോ
അപ്പോൾ രണ്ടെണ്ണം സീരീസ് ആണെന്നുണ്ടെങ്കിൽ C/2 വരും. മൂന്നാമത്തെ പാരലൽ ആണെന്നുണ്ടെങ്കിൽ അത് പ്ലസ് സി ചെയ്യണം. അപ്പോൾ 3C/2 ആണ് ആ കണ്ടീഷനിൽ കിട്ടുക മൂന്നാമത്തെ ഓപ്ഷനിൽ. നാലാമത്തെ ഓപ്ഷനിൽ രണ്ടെണ്ണം പാരലൽ മൂന്നെണ്ണം സീരീസ് ആവും. രണ്ടെണ്ണം പാരലൽ ആകുമ്പോൾ രണ്ടും കൂടെ കൂട്ടിയാൽ മതി. സീരീസ് ആവുന്ന സമയത്ത് ഇതിന്റെ കൂടെ 1/c കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. അപ്പം നമുക്ക് 2C/3 ആണ് കിട്ടുക. അപ്പോൾ ഇപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ അപ്പോൾ എങ്ങനെ കണക്ട് ചെയ്താലും നമുക്ക് അറിയാം സീരീസ് ആവുന്ന സമയത്ത് തന്നെയാണ് അവിടെ ലീസ്റ്റ് ഉണ്ടാവുന്നത് നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെ വരിക. അപ്പോൾ എല്ലാം സീരീസ് ആവുന്ന സമയത്ത് 3/c അതാണ് ലീസ്റ്റ് വരിക. എല്ലാം പാരലൽ ആകുമ്പോൾ 3C വരും. എല്ലാം രണ്ടെണ്ണം സീരീസ് ഒന്ന് പാരലൽ ആകുമ്പോൾ 3C/2 വരും. രണ്ടെണ്ണം പാരലൽ ഒന്ന് സീരീസ് ആകുമ്പോൾ 2C/2 വരും. ഇതൊക്കെ ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് അങ്ങനെ തന്നെയാണ്. ഏറ്റവും ചെറിയ വാല്യൂ C/3 തന്നെയാണ് നമുക്ക് കിട്ടുക. ആസ് പെർ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ 4 finger indicates the direction of. അപ്പോൾ നമുക്ക് ഈ റൂളുകളിലൊക്കെ ഉള്ള 4 ഫിംഗറും തമ്പിൻ്റെ ഒക്കെ എന്താണ് അതിനെക്കുറിച്ച് ഡിനോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റ് ചെയ്യണം എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്തിട്ട് അതിൽ 4 ഫിംഗർ എന്തിൻ്റെ ഡയറക്ഷനാണ് ഇൻഡിക്കേറ്റ് ചെയ്യണമെന്ന് ചോദിക്കുന്നത്. കറണ്ട്, മോഷൻ, ഇൻഡ്യൂസ്ഡ് EMF, മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആണെന്നാണ് പറയുന്നത്. നമുക്കതിൻ്റെ ഡീറ്റെയിൽ നോക്കാം. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് നമ്മൾ മോട്ടോഴ്സിൽ യൂസ് ചെയ്യുന്നതാണ്. അത് ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ മോഷൻ ഓൺ എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ എന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ നമ്മൾ വെക്കുന്ന സമയത്ത് അതിൻ്റെ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ മോഷൻ നമ്മൾക്ക് കണ്ടുപിടിക്കാൻ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യും. അത് പ്രധാനമായിട്ടും നമ്മൾ മോട്ടോഴ്സിലാണ് യൂസ് ചെയ്യുന്നത്. ഈ റൂൾ അനുസരിച്ചിട്ട് തമ്പ് എന്താ കാണിക്കുക, ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ മോഷനെയാണ് കാണിക്കുക. 4 ഫിംഗർ ആണെങ്കിൽ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് തന്നെയാണ് കാണിക്കുക, ഫ്രം നോർത്ത് ടു സൗത്ത്. മിഡിൽ ഫിംഗർ ആണെന്നുണ്ടെങ്കിൽ ഡയറക്ഷൻ ഓഫ് കറണ്ട് ആണ്, ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ്. മിഡിൽ ഫിംഗർ നമുക്ക് ഡയറക്ഷൻ ഓഫ് കറണ്ട് കണ്ടുപിടിക്കാൻ സഹായിക്കും. അപ്പോൾ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ആണെന്നുണ്ടെങ്കിൽ തമ്പ്, ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആണെന്നുണ്ടെങ്കിൽ 4 ഫിംഗർ, ഡയറക്ഷൻ ഓഫ് കറണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ അത് മിഡിൽ ഫിംഗർ ആണ്. അടുത്തത് 2 coils of inductance 1 L and 2 L are placed adjacent to each other such that magnetic flux in one coil completely links with the coil 2. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അവിടെ നിന്ന് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. ദ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ബിറ്റ്വീൻ ദ കോയിൽസ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ root of L1 L2 L1 plus L2 L1 by L2 L1 plus L2 by 2. അപ്പോൾ നമ്മൾക്ക് ആൻസർ വരിക റൂട്ട് ഓഫ് L1 by L2 ആണ്. നമ്മളതിൻ്റെ ഇക്വേഷൻ പലപ്പോഴായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ രണ്ട് കോയിൽസ് L1ഉം L2 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒന്ന് 1L മറ്റേത് 2L ആണ്. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻ കോയിൽ 1 കംപ്ലീറ്റ്ലി ലിങ്ക് വിത്ത് കോയിൽ 2 എന്ന് പറയുമ്പോൾ അവിടെ പെർഫെക്റ്റ് കപ്ലിംഗ് ആണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള എന്താ, K is equal to M by root L1 L2 നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻ കോയിൽ 1 എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി കോയിൽ 2 ലിങ്ക് ചെയ്തുകൊണ്ട് പെർഫെക്റ്റ് കപ്ലിംഗ് ആണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ കപ്ലിംഗ് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് K എന്ന് പറയുന്നത് അവിടെ എന്തായിട്ട് മാറി, 1 ആയിട്ട് മാറി. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് M is equal to K into root of L1 L2 എന്ന് കിട്ടി. ഇതിൽ Kന്റെ വാല്യൂ 1 എന്ന് കിട്ടി. K കംപ്ലീറ്റ്ലി ലിങ്ക് ചെയ്തുകൊണ്ട് K എന്ന് പറയുന്നത് 1 കിട്ടി. അപ്പോൾ ഇത് 1 ആകുമ്പോൾ M is equal to root L1 L2 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ റൂട്ട് L1 L2 പറയുമ്പോൾ റൂട്ട് ഓഫ് L1 എന്ന് പറഞ്ഞാൽ L ഉം മറ്റേത് 2L ആണ് വരിക. അപ്പോൾ റൂട്ട് ഓഫ് 2L² ആണ് നമുക്ക് വരിക അല്ലേ. അപ്പോൾ റൂട്ട് 2 ഇൻറ്റു റൂട്ട് L² അത് റൂട്ട് 2 ഇൻറ്റു L കിട്ടി നമുക്ക്. അപ്പോൾ L റൂട്ട്. അപ്പോൾ സോ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾക്ക് എങ്ങനെയാണ് കിട്ടുന്നത്, റൂട്ട് L1 L2. ശരിക്കും ഈ ഒരു കാര്യം മാത്രം നമ്മൾ എടുത്താൽ മതി അല്ലേ. നമുക്ക് അതിൻ്റെ കാരണം ഫൈനൽ ആൻസർ അല്ല നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം ജസ്റ്റ് ആ രണ്ട് വാല്യൂസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തത് മാത്രം റൂട്ട് ഓഫ് L1 L2 മാത്രമേ ഉള്ളൂ. കാരണം K is equal to 1 ആയതുകൊണ്ട് അത് മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ റൂട്ട് L1 L2 ആണ് നമ്മുടെ ആൻസർ വരിക. Which one of the following components will oppose changes in current through the circuit? ശ്രദ്ധിക്കണം. Which of the following component will oppose change in the current through the circuit ചോദിക്കണം. റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ്, ഓൾ ഓഫ് ദ എബോവ്. ഇങ്ങനെ ഒപ്പോസസ് ചേഞ്ച് ഇൻ കറണ്ട് ആണെന്നുണ്ടെങ്കിൽ അത് ഓപ്ഷൻ ബി ഇൻഡക്റ്റൻസ് ആണ്. അതേസമയത്ത് വിച്ച് ഒപ്പോസസ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ അത് റെസിസ്റ്റൻസ്. കറണ്ട്
പോകുന്നതിനെ ഒപ്പോസ് ചെയ്യുന്നു എന്ന് പറയുകയാണെങ്കിൽ അത് റെസിസ്റ്റൻസും, ചേഞ്ച് ഇൻ കറണ്ടിനെ ഒപ്പോസ് ചെയ്യണമെങ്കിൽ ഇൻഡക്റ്റൻസും, ചേഞ്ച് ഇൻ വോൾട്ടേജിനെ ഒപ്പോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കപ്പാസിറ്റൻസ് ആണ്. അതൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് മനസ്സിലാക്കി വെക്കണേ. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏത് കോമ്പോണന്റ് ആണ് വിച്ച് ഒപ്പോസസ് ചേഞ്ചസ് ഇൻ കറന്റ് ത്രൂ ദ സർക്യൂട്ട്, അത് ഇൻഡക്റ്റൻസ് ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് an inductor resists sudden change in current through, അല്ലെ? കറണ്ട് സർക്യൂട്ടിൽ കൂടിയുള്ള കറണ്ടിന്റെ ചേഞ്ചസിനെ അത് എന്ത് ചെയ്യും, റെസിസ്റ്റ് ചെയ്യാണ് ചെയ്യാം. ഇറ്റ് ഡസ് ദിസ് ബൈ ജനറേറ്റിംഗ്, അതൊരു ബാക്ക് EMF ജനറേറ്റ് ചെയ്തിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. when the current changes, കറണ്ട് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അതൊരു ബാക്ക് EMF ഉണ്ടാക്കും അക്കോർഡിംഗ് ടു ഫാരഡേസ് ലോ. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ചേഞ്ച് ഇൻ കറണ്ട് ഒപ്പോസ് ചെയ്യാൻ പറ്റുന്നത്. അത് ഒരു പ്രത്യേകിച്ച് അതിനൊരു സ്പെഷ്യൽ പ്രോപ്പർട്ടിയാണ് അത്. അപ്പോൾ V = L × di/dt ആണ് ലോ അനുസരിച്ചിട്ട് നമുക്ക് എഴുതാനുള്ള ഇക്വേഷൻ. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വിച്ച് ഒപ്പോസസ് ദ കറണ്ട്, കറണ്ടിനെ ഒപ്പോസ് ചെയ്യും, പക്ഷെ ഒരിക്കലും ചേഞ്ചസ് ഇൻ കറണ്ടിനെ അത് ഒപ്പോസ് ചെയ്യില്ല. അത് പ്രധാനമായിട്ട് ഓംസ് ലോ ആണ് ഫോളോ ചെയ്യുക. ദാറ്റ് ഈസ് V = IR ആണത് ഫോളോ ചെയ്യുക. അതൊരിക്കലും ചേഞ്ച് ഇൻ കറണ്ടിനെ റെസിസ്റ്റ് ചെയ്യില്ല, ജസ്റ്റ് ലിമിറ്റ്സ് ദ കറണ്ട് ഫ്ലോ. അതിൽ കൂടെ പോകുന്ന കറണ്ടിനെ മാത്രം ലിമിറ്റ് ചെയ്യാൻ മാത്രമേ റെസിസ്റ്റൻസിന് സാധിക്കുള്ളൂ. കപ്പാസിറ്റൻസ് ആണെന്നുണ്ടെങ്കിൽ കപ്പാസിറ്റൻസ് റെസിസ്റ്റ് ചേഞ്ച് ഇൻ വോൾട്ടേജ്. ആ വോൾട്ടേജിന്റെ ചേഞ്ചിനെ അത് റെസിസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ഒപ്പോസ് ചെയ്യും, പക്ഷെ ഒരിക്കലും കറണ്ടിന്റെ ചേഞ്ചിനെ അത് ഒപ്പോസ് ചെയ്യില്ല. ഇറ്റ് ക്യാൻ അലോ സഡൻ ചേഞ്ചസ് ഇൻ കറണ്ട്, അതിനെ നമ്മൾക്ക് സഡൻ ചേഞ്ചസ് ഇൻ കറണ്ട് നമുക്ക് ഒപ്പോസ് ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി വെൻ ചാർജിങ്ങോ ഡിസ്ചാർജിങ്ങോ ചെയ്യുന്ന സമയത്ത് നമുക്ക് സഡൻ ചേഞ്ചസ് ഇൻ കറണ്ടിനെ അത് എന്ത് ചെയ്യാൻ പറ്റും, ഒപ്പോസ് ചെയ്യാനായിട്ട് പറ്റും ആ ടൈമിൽ മാത്രം. പിന്നെ ഓൾ ഓഫ് ദ എബവ് വരില്ല, ഓൺലി ഇൻഡക്റ്റൻസ് മാത്രമേ ഈ പറയുന്ന ചേഞ്ചസ് ഇൻ കറണ്ടിനെ ഒപ്പോസ് ചെയ്ത് നിൽക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഏതാണ്? ഇൻഡക്റ്റൻസ് ആണ് ഈ പറയുന്ന ചേഞ്ചസ് ഇൻ കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 3 capacitors having capacitances 2 farad, 3 farad, 4 farad respectively are connected in series and in parallel. അത് 2 farad, 3 farad, 4 farad എന്ന് പറയുന്നത് സീരീസ് ആയിട്ടും പാരലൽ ആയിട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദി ഇക്വാലന്റ് കപ്പാസിറ്റൻസ് ഓഫ് ഈച്ച് കോമ്പിനേഷൻ. ആ ഓരോ കോമ്പിനേഷൻസിന്റെയും ഇക്വാലന്റ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ 9 farad in series and 10.083 farad in parallel ഓപ്ഷൻസ്. പിന്നെ 9 farad in series and 0.923 farad in parallel, or 923 farad in series and 9 farad in parallel, 10.083 farad in series and 9 farad in parallel. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. എങ്ങനെ വരുന്നത് നോക്കാം. തന്നിരിക്കുന്ന കപ്പാസിറ്റൻസ് C1 = 2 farad, C2 = 3 farad, C3 = 4 farad. അപ്പോൾ ഇതിന്റെ സീരീസ് കോമ്പിനേഷനിൽ കപ്പാസിറ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ 1/C equivalent is equal to 1/C1 plus 1/C2 plus 1/C3. That is 1/2 plus 1/3 plus 1/4 ആ വരാം. ഓക്കെ, അപ്പം LCM എടുക്കുന്ന സമയത്ത് നമുക്ക് ഫൈനലി ഇതിന്ന് എന്ത് കിട്ടും? 13/12 കിട്ടും. അപ്പോൾ C equivalent എന്ന് പറയുന്നത് 0.923. അപ്പോൾ സീരീസ് കണക്ഷനിൽ നമുക്ക് ഇക്വാലന്റ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് 0.923 ഫാരഡ് കിട്ടി. ഓക്കെ, ഇതേപോലെ പാരലൽ കോമ്പിനേഷനിൽ അത് പാരലൽ ആകുമ്പോൾ എല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ 9 ഫാരഡും കിട്ടി. അപ്പോൾ സീരീസ് ഇക്വാലന്റ് കപ്പാസിറ്റൻസ് 0.923 ഫാരഡും പാരലൽ ഇക്വാലന്റ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് 9 ഫാരഡ്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 0.923 ഫാരഡ് ഇൻ സീരീസ് ആൻഡ് 9 ഫാരഡ് ഇൻ പാരലൽ ആണ് ആൻസർ വരിക. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് വെൻ ദ current through an inductive coil decreases from 8 ampere to 0 in 0.4 seconds. നമുക്ക് പറയുന്നത് ഒരു കറണ്ട് ത്രൂ ഒരു ഇൻഡക്റ്റീവ് കോയിൽ കൂടിയുള്ള കറണ്ട് എന്ന് പറയുന്നത് 8 ആംപിയറിന് 0 ആയിട്ട് ഡിക്രീസ് ചെയ്യാണ്. ഇൻ 0.4 സെക്കൻഡ്സിലാണ് അത് ഡിക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 40 വോൾട്ട് EMF എന്ന് പറഞ്ഞാൽ അവിടെ ഇൻഡ്യൂസ്ഡ് ആവുന്നുണ്ട്. അപ്പോൾ ഇൻഡക്റ്റൻസ് ഓഫ് ദ ചോക്ക് കോയിൽ എന്ന് പറയുന്നത് എത്ര ഹെൻറി ആയിരിക്കും ചോദിക്കണം. 5, 10, 64, 2. ആൻസർ 2 ആണ് വരിക. ഇനി വരാൻ നോക്കാം. നമുക്ക് തന്നിട്ടുള്ളത് ഇനീഷ്യൽ കറണ്ട് എന്ന് പറയുന്നത് I is equal to 8 ആംപിയർ. ഫൈനൽ കറണ്ട് എന്ന് പറയുന്നത് IF is equal to 0 ആംപിയർ. അപ്പോൾ 8 ആംപിയറിന് 0 ആംപിയറിലേക്ക് പോകണു അല്ലെങ്കിൽ കുറയണു എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഇനീഷ്യൽ കറണ്ടും കിട്ടി, ഫൈനൽ കറണ്ടും കിട്ടി, 8 ആംപിയറും 0 ആംപിയറും. ഇനി ടൈം ഇന്റർവെൽ എന്ന് പറയുന്നത് ഇതിനിടയ്ക്ക് അതിന് എടുത്ത ടൈം എന്ന് പറയുന്നത് Δt is equal to 0.4 സെക്കൻഡാണ്.
ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറയുന്നത് 40 വോൾട്ടും കിട്ടി. ഇനി നമുക്ക് ജസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ദ ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് ഇൻ ആൻ ഇൻഡക്ടർ എന്ന് പറയുന്നത് ഗിവൺ ബൈ ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. ഇതൊക്കെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എൽ എന്ന് പറയുന്നത് എപ്സിലോൺ ഡെൽറ്റ ടി ബൈ ഡെൽറ്റ ഐ കിട്ടും. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എൽ ഈസ് ഈക്വൽ ടു 40 വോൾട്ട് ഇൻറ്റു ഡെൽറ്റ ടി എന്ന് പറയുന്നത് 0.4 സെക്കൻഡ് ആണ്, ഡിവൈഡഡ് ബൈ 8. 8 മൈനസ് 0 വരെ അത് 8 ആവും. അപ്പോൾ 16/8 വിച്ച് ഇസ് ഈക്വൽ ടു 2 ഹെൻറി ആണ് നമ്മളുടെ ആൻസർ വരും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. താങ്ക് യു.